തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനുള്ള രീതിയിൽ ഇതിനകത്ത് രാഷ്ട്രീയം പറയുന്നുണ്ട്. ഖലീഫ ഖലീഫ മൂവി കണ്ടു. ഇതിൽ ആക്ഷൻ ത്രില്ലർ മൂവി എന്നൊക്കെയാണ് പറയുന്നത്. ആക്ഷനാണ്, ഓക്കെ. ത്രില്ലറാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം ത്രില്ലിങ്ങിലോട്ട് കൊണ്ടിരുത്താൻ പറ്റിയ ഒരു സാധനം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. വൈശാഖാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. പുള്ളിയുടെ ലാസ്റ്റ് പടം ടർബോ ആണെന്ന് തോന്നുന്നു. മമ്മൂട്ടിയെ വെച്ചിട്ടുള്ള ടർബോ മൂവിയായിരുന്നു. അതും ഒരു ആവറേജ് ഹിറ്റ് മാത്രമായിട്ട് ഒതുങ്ങിയ പടമാണ്. അതിനുശേഷം ഒരു വലിയ താരനിരകൾ തന്നെ ഈ സിനിമയിലുണ്ട്. ആരൊക്കെയാണെന്നൊന്നും ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മോഹൻലാൽ ഇതിൽ ഒരു മമ്പറക്കൽ അഹമ്മദ് അലി എന്നുള്ളൊരു ക്യാരക്ടറിൽ മോഹൻലാൽ ഒരു ഗസ്റ്റായിട്ട് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ പാർട്ട് 2 ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഈ പടത്തിലോട്ട് വരുമ്പോൾ ഖലീഫേൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു പടത്തിന് ആ പേര് കൊടുക്കാൻ എന്താണ് കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല. അത് എന്തെങ്കിലും അർത്ഥമുണ്ടാവാം. റിട്ടേൺ ബൈ ജിനു വി എബ്രഹാം നമുക്ക് അറിയുന്ന റൈറ്ററാണ്. പുള്ളിയുടെ ലാസ്റ്റ് മൂവി, ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള മൂവി അന്വേഷിപ്പിയും കണ്ടെത്തും, അതെനിക്ക് അത്യാവശ്യം നല്ല ഒരു മൂവിയായിട്ട് തോന്നി. ഇതിന് മുന്നേ ഇറങ്ങിയ പടങ്ങൾ ഒന്നും അത്ര ഒരു സ്റ്റോറി റൈറ്റിങ്ങിൻ്റെ സംഭവത്തിൽ അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായിട്ട് തോന്നുന്നില്ല. ആദം ജോൺ, കടുവ, ലണ്ടൻ ബ്രിഡ്ജ്, പിന്നെ ഏറ്റവും ഫസ്റ്റ് മൂവിയായിട്ടുള്ള മാസ്റ്റേഴ്സ് ആണ് തോന്നുന്നു. അത് അത്യാവശ്യം ഒരു വെറൈറ്റി സംഭവമായിരുന്നു. അതിനകത്ത് അതെന്തുകൊണ്ട് അത്രമാത്രം ഒരു ഇത് കിട്ടിയില്ല എന്നറിയില്ല. എനിക്ക് തോന്നുന്നു പുള്ളി റൈറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് അന്വേഷിപ്പൻ കണ്ടെത്തും ഒഴിച്ച് ബാക്കി എല്ലാത്തിലും നായകൻ പൃഥ്വിരാജാണ്. അപ്പം ഇതിലോട്ട് വരുവാണെങ്കിൽ ഖലീഫയിലോട്ട് വരികയാണെങ്കിൽ ഖലീഫ ഒരു ആക്ഷൻ മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു രീതിയിൽ ഇങ്ങനെ കൊണ്ടിരുത്തുന്നുണ്ടെങ്കിലും അതിൽ തന്നെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഒട്ടും ഒരു ആപ്റ്റായിട്ട് തോന്നില്ല. മാത്രമല്ല കാസ്റ്റിങ്ങിൻ്റെ സംഭവമായാലും എന്തെങ്കിലും ഒരു അപാകത ഫീൽ ചെയ്തു. ജനറലി അങ്ങനെ ഒരു അപാകത എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പൃഥ്വിരാജിൻ്റെ ഒരു ഏജ് സംഭവം കൊടുത്തിരിക്കുന്നതും അതിനോട്ട് പഴയ ക്യാരക്ടർ കാണിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന മേക്കപ്പും അതിൻ്റെ വിക്കും, അതുപോലെ ഇന്ദ്രൻസിന് കൊടുത്തിരിക്കുന്നത്, മോഹൻലാലിന് കൊടുത്തിരിക്കുന്നത് ഒന്നും ഒരു സുഖമില്ലാത്ത കാര്യം. പുള്ളിയുടെ ഒരു ഏജ് കാണിക്കുന്നൊരു പറഞ്ഞു പോകുന്നത് കാരണം ഒരു ഫാദർ ക്യാരക്ടറായിട്ട് രഞ്ജി പണിക്കറാണ് ഈ ഉപ്പയുടെ ക്യാരക്ടറും പൃഥ്വിരാജിൻ്റെ. അപ്പോൾ പുള്ളിയുടെയും ഫാദറായിട്ടാണ് മോഹൻലാലിനെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏജിൻ്റെ ഒരു സംഭവം വരുന്നുണ്ടല്ലോ. ഇത് തന്നെ ഒരു സേട്ടിൻ്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. സേട്ടിൻ്റെയൊക്കെ ഒരു പ്രായത്തിൻ്റെ ഒരു ഇതിലെങ്കിലും കാണിക്കേണ്ടതാണ്. അപ്പോൾ അതിനുള്ള ഒരു മേക്കപ്പും കാര്യങ്ങളും ഒട്ടും കൺവിൻസ്ഡ് അല്ലായിരുന്നു. പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജ് ആക്ഷൻ, ഓക്കെ, ഇതിനകത്തൊരു ആക്ഷനൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പാലത്തിൽ വെച്ചിട്ട് ഒരു ആക്ഷൻ നടക്കുന്നത്. അതൊട്ടും ഒരു സുഖമില്ലാത്തൊരു ആക്ഷനായിരുന്നു. പിന്നെ കുറച്ച് സ്ലോ മോഷൻസ് പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ച് ഓവറായിട്ട് തോന്നി, എൻ്റെ അഭിപ്രായമാണ്. എനിക്ക് കുറച്ച് ഓവറായിട്ടൊക്കെ തോന്നിയിരുന്നു. ആ കഥേൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു റിവെഞ്ച് മൂവി അല്ലാതെ അതിനായിട്ട് ഒരു പേടി വരുന്ന ഒരു ആക്ഷനിൽ നമുക്കൊരു പേടി തോന്നില്ല. ഒരു ഇന്നത് ചെയ്യോ പേടിയാവുന്ന സംഭവം ആ സംഭവമൊന്നും ഉണ്ടായില്ല. കത്തിയിലെല്ലാം പുള്ളി ഒരു വിജയ്ക്ക് ഓപ്പോസിറ്റ് ചെന്നിട്ട് നല്ല രീതിയിൽ ചെയ്തതാണ്. പക്ഷേ പുള്ളി ഇതിനകത്ത് വരുമ്പോഴത്തേനും പുള്ളിക്ക് അതിന് മാത്രം ഒരു വില്ലനിസം കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, പുള്ളിയുടെ വില്ലനിസം അത്ര ഒരു സുഖം തോന്നിയില്ല. ബെറ്റർ ആയിരുന്നു ഷമീത്തിലാൻ്റെ ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയം ഇതിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. ഇപ്പോൾ പഴയ ഒരു സംഭവങ്ങളൊക്കെ എടുത്ത് ഇതിനകത്ത് രാഷ്ട്രീയം കൂടെ ഒരു കലർത്തി കൂടി ചെയ്തതല്ലേ എന്ന് തോന്നാം. അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയം പറയുന്നുണ്ടോ, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനുള്ള രീതിയിൽ ഇതിനകത്ത് രാഷ്ട്രീയം പറയുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കലാണ് ജനങ്ങൾ. ഇത് ആ രീതിയിലല്ലേ എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ. അതാണല്ലോ ഈ സിനിമയുടെ സംഭവം. കുമാരസംഭവം എന്നുള്ള സിനിമയിലൊക്കെ ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഒരു കഥ എങ്ങനെ പ്രേക്ഷകരിലോട്ട് അത് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും, പ്രേക്ഷകരെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന് നല്ല രീതിയിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഇതിൽ
ആ തെറ്റിദ്ധാരണ ഒരുവിധം ജനങ്ങളിലോട്ട് എത്തിക്കാൻ ഇവർ ശ്രമിച്ചിട്ടുമുണ്ട്. ഇവർ ആ രീതി ഒരു പിടിച്ചിട്ടുണ്ട്. അതെനിക്ക് അത്ര സുഖം തോന്നിയില്ല. കാരണം അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ആർട്ടാണ്. അപ്പോൾ അവർക്ക് അതിൽ സാങ്കല്പികവും കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അവർക്കവിടെ തീർന്നു. പക്ഷേ ഈ കാണുന്ന ജനങ്ങൾക്ക് അതൊരു ചിന്തയുണ്ടാക്കാം. അതല്ലേ, അതങ്ങനെ പറയുന്നത് അത് ശരിയാണോ എന്നുള്ള സംഭവം. അത് അങ്ങനെ കൊണ്ട് നിർത്താനാണ് ഇതിനകത്ത് രാഷ്ട്രീയം പറയുന്നതെന്ന് ഉറപ്പാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അത് ജനങ്ങൾ തീരുമാനിക്കും, ജനങ്ങൾക്കറിയാം എന്ന കാര്യമാണ്. എങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഏജിൻ്റെ സംഭവങ്ങളും ഇതൊക്കെ അത്രയും വർക്കായിട്ടില്ല. നല്ല ഫൈറ്റുകൾ ഉണ്ടായില്ല എന്ന് പറയുന്നില്ല, നല്ല ഫൈറ്റുകൾ ഉണ്ടായിരുന്നു ഇതിൽ. പിന്നെ ഉള്ളത് ഇമോഷൻസ് വർക്കൗട്ടും ആവുന്നില്ലായിരുന്നു. ഒരു ഇമോഷൻസും വർക്കായിട്ടില്ല. അച്ഛൻ മകൻ തമ്മിലുള്ള ഇമോഷൻസ് വർക്കായിട്ടില്ല. പൃഥ്വിരാജിൻ്റെ മകനും തമ്മിലുള്ള ഒരു ഇമോഷൻസ് വർക്കായിട്ടില്ല. പൃഥ്വിരാജ് വൈഫ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള പേരെനിക്കറിയില്ല. എന്തായാലും അവരുടെ ഇതും ഒരു വർക്കാവുന്നില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിനോട് ആ സ്റ്റോറി സത്യം പറഞ്ഞൊന്നുമില്ല, റിവെഞ്ചാണ്. അപ്പം എല്ലാ ടിപ്പിക്കൽ മൂവി പോലെ തന്നെ ഒരു എടുത്തിരിക്കുന്ന രീതി രസമുണ്ടായിരുന്നു. അതിൽ പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നമുക്ക് മ്യൂസിക് ജെയ്ക്സ് ബിജോയ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചമൻ്റെ എഡിറ്റിങ്ങും നല്ലതാണ്. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും മാത്രം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സിനിമയ്ക്ക് കയറാം. എങ്കിലും റൈറ്റിംഗ് കൂടെ നോക്കണമല്ലോ. അത് കഥയ്ക്ക് ഒരു കാതലില്ലാത്ത പോലെ തോന്നി. സിനിമാറ്റോഗ്രാഫി ജോമോൻ ടി ജോൺ ആയിരുന്നു, നല്ല ഇതായിരുന്നു. തിലകൻ നല്ല തിലകനായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. ഷമി തിലകൻ. ഇന്ദ്രൻസിൻ്റെ ഒക്കെ മേക്കപ്പ് ഞാൻ പറഞ്ഞിരുന്നു. രഞ്ജി പണിക്കറും ഒരു ഒട്ടും ഇതെല്ലാം. മോഹിനി നല്ല ആക്ട്രസ്സാണ്, പക്ഷേ അവർ ഇതിനകത്ത് മിസ്കാസ്റ്റ് ആയത പോലെ തോന്നി. പ്രത്യേകിച്ച് പൃഥ്വിരാജ് ആകുമ്പോൾ ഇങ്ങനെ ഒരു നല്ല കുറച്ച് ഗസ്റ്റ് അപ്പിയറൻസ് ഈ സിനിമയിലുണ്ട്. ഞാൻ ആരൊക്കെയാണെന്നൊന്നും പറയുന്നില്ല, കാരണം 2 ദിവസത്തിനുള്ളിൽ പലരും അത് ഇതിലോട്ട് പറയും. ചിലപ്പോൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവാം, പലരും അറിഞ്ഞിട്ടുണ്ടാവാം ആരൊക്കെയാണ്. പക്ഷെ ഞാൻ പറയുന്നില്ല. എന്തായാലും തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണോയെന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. അതിൻ്റെ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ ഒരാൾ കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സിനിമ കാണേണ്ട ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ആക്ഷൻ മൂവി തന്നെയാണ്. എങ്കിലും ഇങ്ങനെ കുറച്ച് പോരായ്മകളുണ്ട്. അത് പൃഥ്വിരാജ് ഇന്നത് കരയുന്ന സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും പ്രേക്ഷകരിനോട് കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കണക്റ്റ് ആവുന്നില്ല. പക്ഷേ ഇതേ സമയം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട സിനിമയാണ് വിശ്വനാഥൻ സൺസ്. അപ്പോൾ അതിൽ സൂര്യ ഒരു ഇൻ്റർവെല്ലിന് ശേഷം ഒരു സീനിൽ കരയുന്നുണ്ട്. സൂര്യ കരയുമ്പോൾ നമുക്ക് കൂടെ കരച്ചിൽ വരുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പൃഥ്വിരാജിന് ഒട്ടും ഇല്ലാത്തതും ആ സംഭവമാണ്. പൃഥ്വിരാജിനെക്കാളും എനിക്ക് ബെറ്ററായിട്ട് ഇന്ദ്രജിത്തിൻ്റെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ചില സീൻസുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന സംഭവത്തിൽ നമുക്കതൊരു ഫീല് കിട്ടും. പക്ഷെ പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഫീല് കിട്ടാറില്ല. ഏത് ഇതിലായാലും പുള്ളി നല്ല നടനാണ്, പക്ഷേ പുള്ളിയുടെ ആ സംഭവത്തിൽ അത് കൊണ്ടുവരാൻ പുള്ളിക്ക് പറ്റിയിട്ടില്ല. ഓക്കെ, ഇനി എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക.